നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണോ, അഥവാ ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ബോയ്സ് ഓർ ഗേൾസ് രണ്ടാൾക്കുള്ള ഈക്വലായി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ഈ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. സോ അതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. എപ്പോഴാണ് നമുക്ക് ആപ്ലിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? മെയ് 20th ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുക. 19 ജൂൺ വരെ ആപ്ലിക്കേഷൻ ഉണ്ടാകും. എക്സാം വിൽ ബി മോസ്റ്റ്ലി ജൂലൈയിലാണ് ഉണ്ടാവുക. ഡേറ്റ് പുറത്ത് വന്നിട്ടില്ല. ഓക്കെ, നൗ നെക്സ്റ്റ് തിങ്, എന്താണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്? ഓക്കെ, എയർഫോഴ്സിൽ ഒരു പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഓഫീസർ ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോൺ ടെക്നിക്കൽ ഓഫീസർ ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതാണ് സെലക്ഷൻ പ്രോസസ് വരുന്നത്. ഫസ്റ്റ് യു വിൽ ഹാവ് ദി ഓൺലൈൻ എക്സാമിനേഷൻ, നേരത്തെ പറഞ്ഞ AFCAT റിട്ടൺ എക്സാം. Then you will have the SSB interview. Okay, interview. Then you will have the medical test. Medical test complete ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ബേസ്ഡ് ഓൺ റിട്ടൺ എക്സാമിനേഷനും SSB മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ പേര് വരിക. ഇനി ഏതൊക്കെ പോസ്റ്റിലേക്കാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലൈങ്. ഓക്കെ, ഒരു പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ യു ഹാവ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഏജ് 24 വരെയാണ് ഓക്കെ ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി വരിക. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ. ഓക്കെ, അപ്പോൾ ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഫ്ലൈയിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് 12th ഈ പറയുന്ന പോലെ ഫിസിക്സും മാത്സും ഉണ്ടായിരിക്കണം. ഓക്കെ, ടെക്നിക്കൽ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം. നോൺ ടെക്നിക്കൽ ആണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല, ഗ്രാജുവേറ്റ് ആയാൽ മാത്രം മതി. ഓക്കെ, ഗ്രൗണ്ട് ഡ്യൂട്ടിക്കാണെങ്കിൽ 26 വരെ പ്രായപരിധിയുണ്ട്. ഇനി എവിടെയാണ് ട്രെയിനിങ് നടക്കാൻ പോകുന്നത്? സോ ഇതിന്റെ ട്രെയിനിങ് നടക്കാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ഓഫീസർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഓക്കെ, എന്താണ് ഇതിൻ്റെ സിലബസ്? ഓക്കെ, ഏതൊക്കെ ഏരിയാസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം? അത് കൂടാതെ ഈ മിനിമം കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റണം. കട്ട് ഓഫ് മാത്രമല്ല, കട്ട് ഓഫിന് കുറച്ചും കൂടി മുന്നോട്ട് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ പേര് വരുള്ളൂ. സോ ആസ്പൈർ ഡിഫൻസ് ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി AFCAT എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിട്ടൺ എക്സാമിനേഷൻ പ്രോഗ്രാമാണ്. ദി എൻറ്റയർ പ്രോഗ്രാം വിൽ കവർ the entire syllabus, okay, and whatever you need in order to clear this written examination. On top of that, those who join this batch, they will get the AFSB, that is SSB interview mentorship free of cost. So once you are part of this batch and if you clear the written examination, you will get the next stage, that is the SSB interview free of cost. So if you are interested and if you are serious about preparation, you can contact us.